സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചട്ടം അന്വേഷിക്കുന്ന സമിതി കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി. 2 ദിവസം കണ്ണൂരിൽ തുടരുന്ന സമിതി ജയിൽ ജീവനക്കാരിൽ നിന്നും സഹതടവുകാരിൽ നിന്നും മൊഴിയെടുക്കും. സംസ്ഥാന സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സമിതി ജയിലിലെ സുരക്ഷാ വീഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. എം സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, വിശദമായ വിവരങ്ങൾ. റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ, മുൻ പോലീസ് മേധാവി ജേക്കബ് പുന്നൂസ് എന്നിവരടങ്ങിയ പ്രത്യേക സമിതിയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ പരിശോധനയ്ക്കായി എത്തിയത്. 2 ദിവസം കണ്ണൂരിൽ തുടരുന്ന സമിതി കണ്ണൂർ ജയിലിൽ വിശദമായ പരിശോധനകൾ നടത്തുകയും അതോടൊപ്പം തന്നെ ജയിൽ ജീവനക്കാരിൽ നിന്നും സഹതടവുകാരിൽ നിന്നും ഈ ഗോവിന്ദസ്വാമിയുടെ സഹതടവുകാരിൽ നിന്നുൾപ്പെടെ തെളിവുകൾ ശേഖരിക്കുകയും ചെയ്യും. ഈ ജയിൽ ചാട്ടത്തിന്റെ കുറ്റകൃത്യം, അതിന്റെ ക്രൈം അന്വേഷിക്കുന്നില്ല ഈ സമിതി എന്നാണ് നേരത്തെ മാധ്യമങ്ങളെ കണ്ട സമിതി അംഗമായ റിട്ടയർഡ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞത്. അത് പോലീസാണ് അന്വേഷിക്കുന്നത്. പകരം ഈ ജയിൽ ചാടാനുണ്ടായ സാഹചര്യം, നിലവിലെ ജയിലിലെ ഭൗതിക സാഹചര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, അതോടൊപ്പം തന്നെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗോവിന്ദസ്വാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് ജയിലിനകത്ത് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പരിശോധിക്കും. സംസ്ഥാനത്തെ എല്ലാ ജയിലുകളിലും പരിശോധന നടത്തി 6 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് സമിതി അംഗങ്ങൾ വ്യക്തമാക്കിയത്. ശരി, എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്.